കോട്ടയത്ത് ചോക്ലേറ്റിൽ ലഹരി കണ്ടെത്തിയെന്ന പരാതിയിൽ അന്വേഷണം വഴിമുട്ടി. കുട്ടിയുടെ ഉള്ളിൽ ലഹരി എത്തിയത് ചോക്ലേറ്റിലൂടെയോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയാതെ പോലീസ്. കുട്ടിക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായെന്നാണ് സംശയം. കൂടുതൽ അന്വേഷണം നടത്തിയ ശേഷം എസ്പിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. അഞ്ജന അനിൽകുമാർ ഈ വിവരങ്ങളുമായി. അഞ്ജന, ഇപ്പോൾ 4 വയസ്സുകാരന് ഭക്ഷ്യവിഷബാധ ഉണ്ടായി എന്നാണോ സംശയിക്കുന്നത്, അതോ ലഹരിയുടെ സാന്നിധ്യമാണ്? എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? കുട്ടിയുടെ ശരീരത്തിൽ ലഹരിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ചോക്ലേറ്റിൽ നിന്നും തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കാൻ ഇപ്പോൾ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ ചോക്ലേറ്റിന്റെ കവർ കണ്ടെടുക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ പോലീസ് നടത്തിയിരുന്നു. എന്നാൽ ഈ കവർ പോലീസിന് ലഭിച്ചിട്ടില്ല. കവർ ഫോറൻസിക് ടെസ്റ്റിനടക്കം അയക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു സാധ്യത ഉണ്ടായില്ല. അതിനാൽ തന്നെ ഈ ലഹരി കുട്ടിയുടെ ഉള്ളിൽ എത്തിയിരിക്കുന്നത് ചോക്ലേറ്റ് വഴിയാണോ എന്നതിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നു. ഇത് സ്ഥിരീകരിക്കാനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ വിശദമായ ഒരു അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. ഇപ്പോൾ പ്രാഥമികമായി ഡോക്ടർമാരുടെ ഒരു വിദഗ്ധ സംഘവുമായി പോലീസുകാർ ചർച്ച നടത്തിയിട്ടുണ്ട്. 2 ആശുപത്രികളിലാണ് കുട്ടിയെ പ്രവേശിപ്പിച്ചത്. ഒന്ന് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലും 2 കോട്ടയത്തെ മെഡിക്കൽ കോളേജിലുമാണ്. 2ഇടത്തെയും ഡോക്ടർമാരുമായി പോലീസ് സംഘം സംസാരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഭക്ഷ്യവിഷബാധ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ലഹരി എങ്ങനെ കുട്ടിയുടെ ശരീരത്തിൽ എത്തി എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയുണ്ടായിട്ടില്ല. എന്തായാലും എസ്പിക്ക് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ അന്വേഷണം വരും ദിവസങ്ങളിൽ നടത്തി 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ കോട്ടയം എസ്പി പറഞ്ഞിരിക്കുന്നത്. അഞ്ജന അനിൽകുമാറാണ് വിവരങ്ങൾ നൽകിയത്.